നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. മനുഷ്യൻ്റെ 5 തരം ജന്മങ്ങളെ ഞാൻ പല പ്രഭാഷണങ്ങളിലും പറയാറുണ്ട്. എങ്ങനെയാണ് ആദ്യമായിട്ട് ഒരാൾ ജനിക്കണം? മനുഷ്യനായിട്ട്. സ്ഥിരം പ്രഭാഷണം കേൾക്കുന്നവർ കേട്ടിട്ടുണ്ടാവും. ധാരാളം പേര് പുതിയ ആൾക്കാരുണ്ട്, അതുകൊണ്ട് അവർക്ക് വേണ്ടി പറയും. ഒരു തന്ത്രഗ്രന്ഥത്തിൽ മഹാദേവൻ അമ്മ ഈ ചോദ്യം ചോദിക്കും, മഹാദേവ, എങ്ങനെയാണ് ആദ്യമായിട്ടൊരു മനുഷ്യജന്മം കിട്ടണം? എത്രയോ ജീവികൾ ഈ ലോകത്തുണ്ട്, എങ്ങനെ ആദ്യമായിട്ട് ഈ ജന്മം കിട്ടണം എന്ന് ചോദിക്കും. അവനതാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാ. ഞാൻ എങ്ങനെ ജനിച്ചു, എനിക്ക് ഈ ശരീരം എവിടുന്ന് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. ക്വാഹ ക്വാഹ ക്വാഹ, ഞാൻ ആരാ അവൻ ചോദിക്കണത്. ആ ചോദ്യം അമ്മ ചോദിക്കുമ്പോൾ ഭഗവാൻ പറയാം, 84 ലക്ഷം ഗർഭപാത്രം കടന്നിട്ടാണ് ഉമയെ ആദ്യമായിട്ട് മനുഷ്യ ഗർഭപാത്രത്തിൽ ജീവൻ എത്തുന്നത്. 84 ലക്ഷം ഗർഭപാത്രം. അതിൽ ഈച്ച, പട്ടി, പുലി എല്ലാം ഉണ്ട്, ബാക്ടീരിയ, വൈറസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അതാദ്യം ജനിക്കുന്ന 1ാമത്തെ കാറ്റഗറി. ഇനി മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് കയ്യിലിരിപ്പിന്റെ ബലം കൊണ്ട് താഴോട്ട് വീണിട്ട് വീണ്ടും വന്ന് ജനിക്കുന്ന 2ാമത്തെ കാറ്റഗറി. മനുഷ്യനായിരുന്നു, നല്ല കയ്യിലിരിപ്പായിരുന്നു, താഴത്തെ തട്ടുകളിൽ പോയി ജനിച്ചു, പട്ടി, പൂച്ച, ഈച്ച എല്ലാ സാധനങ്ങളൊക്കെ ആയി. വീണ്ടും മെച്ചുവറായി മനുഷ്യനായിട്ട് ജനിക്കുന്നത് 2ാമത്തെ കാറ്റഗറി. 3ാമത്തെ കാറ്റഗറി മനുഷ്യനായിട്ട് ജനിച്ചു, ധാരാളം പുണ്യങ്ങൾ ചെയ്തു. പക്ഷെ പുണ്യം ചെയ്ത വീണ്ടും ജനിക്കണം, അനുഭവിക്കാൻ. എന്തിന്? സുഖിക്കാൻ ജനിക്കണമാണ് ദേവൻ. ദേവന് വിഷമമില്ല, സുഖിക്കലാണ്. ആദ്യത്തെ 1 വർഷമൊക്കെ നന്നായിരിക്കും ദേവലോകത്ത്. 2ാമത്തെ വർഷമാകുമ്പോൾ എത്ര തന്നെ സുഖിക്കും, 3ാമത്തെ വർഷമാകുമ്പോൾ പിന്നെ എത്ര തന്നെ സുഖിക്കും, 4ാമത്തെ വർഷം എത്ര തന്നെ അങ്ങനെ സുഖിച്ച് ഭ്രാന്താവും. സുഖിപ്പിച്ച് ഭ്രാന്താക്കും. അതാണ് സ്വർഗം. നമുക്ക് സനാതന ധർമ്മത്തിൽ സ്വർഗം അവസാനമാക്കുന്നില്ല. നരകത്തിൽ പോണ പോലെ തന്നെ അപകടമാണ് സ്വർഗത്തിൽ പോകും. അങ്ങനെ അവിടെ സുഖിച്ച് ഭ്രാന്തായി കഴിയുമ്പോൾ അവിടെ ഇരുന്ന് ആ ചെയ്ത പുണ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ വീണ്ടും മനുഷ്യനായിട്ട് വന്നിരിക്കും. ഇത് 3ാമത്തെ തരം മനുഷ്യജന്മം. അങ്ങനെയുള്ളവർക്ക് തേജസ്സൊക്കെ വളരെ അധികമായിരിക്കും, ദേവസ്വഭാവം ഉണ്ടാവും. അങ്ങനെയുള്ളവർ വളരെ സമ്പന്നതയിലൊക്കെ ജീവിക്കണമാണ്. 4ാമത്തെ ആൾക്കാർ ഈ ചക്രത്തിൽ നിന്നേ രക്ഷപ്പെട്ടു. മനുഷ്യനായിട്ട് ജനിച്ചു, ആത്മസ്വരൂപം മനസ്സിലാക്കി, ഇനി ജനിക്കേണ്ട ആവശ്യമില്ലാത്ത ചക്രത്തിലേക്ക്, ആ ചക്രത്തിൻ്റെ പുറത്ത് കിടന്ന് അവർ ബ്രഹ്മമയമായി. പക്ഷെ എന്നാലും അവരുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവും, ഞാൻ രക്ഷപ്പെട്ട പോലെ മറ്റുള്ളവരും രക്ഷപ്പെടണം, എനിക്ക് മാത്രം പോരാ ഈ സുഖം, ഈ ബ്രഹ്മാനന്ദം. അതിനു വേണ്ടിയിട്ട് അവർ മനുഷ്യൻ്റെ അമ്മമാരെ തെരഞ്ഞെടുത്ത് ജനിക്കും. ആ ജന്മത്തിൽ മാത്രമാണ് ഗർഭപാത്രം തെരഞ്ഞെടുക്കാനുള്ള കഴിവ് വരുന്നത്. ബാക്കി 3 എണ്ണത്തിനും ഗർഭപാത്രം തെരഞ്ഞെടുക്കാനുള്ള ശേഷിയില്ല. അവർ ചൂസ് ചെയ്യും, ഇതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ അമ്മ. ചിലപ്പോൾ അവർ വളരെ കുട്ടിക്കാലത്തെ, ഒരു പെൺകുട്ടിയായിരിക്കുന്ന കാലത്തെ അമ്മയുടെ ഒപ്പം ഉണ്ടാവും. അവൾ വളർന്ന് വലുതായി, അവൾക്ക് മെച്യൂറായി, അവൾക്ക് ആ പ്രായപൂർത്തിയായി, കുറച്ചുകൂടെ മുതിർന്ന് പഠനം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കാത്തു നിൽക്കും ആ പ്രവേശിക്കാൻ. അത് ഋഷിമാരുടെ ജന്മങ്ങളാണ്. വിവേകാനന്ദ സ്വാമിയൊക്കെ പോലുള്ളവർ അങ്ങനെയുള്ളവർ, ഋഷിമാരുടെ ജന്മം. അത് 5ാമത്തെ തരം മനുഷ്യജന്മം. സാക്ഷാൽ ഭഗവാൻ ഇറങ്ങി വരണമാണ്. അതിനെ അവതാരം എന്ന് പറയും. ഇങ്ങനെ 5 തരം ജന്മങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷെ ഭഗവാൻ ആദ്യം നമുക്ക് ഈ ബ്രഹ്മബോധം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് വ്യാസമഹർഷി ചെയ്തിരിക്കുന്നത് എന്താ? മനുഷ്യനായിട്ട് ജനിച്ച ഒരു ഈശ്വരനെ കുറിച്ചല്ല പറയണത്. ഒരു മീനായിട്ട് ജനിച്ചു. ആ മീനായിട്ട് ജനിക്കുന്നത് എന്തിനാ? നമ്മളെ പഠിപ്പിക്കാൻ. എന്ത് പഠിപ്പിക്കാൻ? വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. ഭഗവാൻ ആദ്യം നമ്മൾ എന്താണോ അതായിട്ട് മാറും, എന്നിട്ട് നമ്മളെ അദ്ദേഹമാക്കി മാറ്റി. കൃഷ്ണനെ നോക്കൂ. നമ്മളെയൊക്കെ പോലെ മനസ്സ് തുറന്ന് ചിരിച്ച്, കള്ളത്തരങ്ങളൊക്കെ കാണിച്ച്, തമാശകളൊക്കെ കളിച്ച്, നമ്മളിൽ ഒരാളായിട്ട് നിന്നിട്ട് നമ്മളെ അങ്ങനെ പൊക്കി അദ്ദേഹമാക്കി മാറ്റി. അതായത് ഭഗവാൻ ഇറങ്ങി വന്ന് പൊക്കി കൊണ്ടുപോകും.